ഹായ് ഓൾ, ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം റീനീറ്റ് കൗണ്ട് ഡൗൺ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1-ൽ സബറ്റോമിക് പാർട്ടിക്കിൾസ്, നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ബോർ മോഡൽ, ഹൈഡ്രജൻ സ്പെക്ട്രം, ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പാർട്ട് 2-ലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡേൺ സ്ട്രക്ചർ ഓഫ് ആറ്റവും, ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ചും, ഷേപ്സ് ഓഫ് ഓർബിറ്റൽസും, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് നമുക്ക് അതിലേക്ക് പോവാം. മോഡേൺ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക്. മോഡേൺ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ രണ്ട് കൺസെപ്റ്റുകളാണ് വരുന്നത്. ഒന്ന് ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റും, രണ്ട് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. ഈ രണ്ട് കാര്യങ്ങളാണ് മോഡേൺ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സ്ട്രൈറ്റ് അവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കൂ ചോദ്യം. ആസ് പെർ ഡി ബ്രോഗ്ലിസ് ഫോർമുല, a macroscopic particle of mass 100 gram moving with a velocity of 100 centimeter per second will have a wavelength of. എന്താണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്? 100 ഗ്രാം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ, അതിന്റെ വെലോസിറ്റി 100 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എന്താണെന്നല്ലേ ചോദ്യം. സോ എന്താ കുട്ടികളെ, ലാംഡയും എമ്മും വിയും ഒക്കെ തമ്മിലുള്ള റിലേഷൻ? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി എന്നാണ്, ആണല്ലോ. ഇനി ഇവിടെ സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ്, ഗ്രാം ആണ്, CGS സിസ്റ്റം ആണ്. സോ എച്ചിന്റെ വാല്യൂ 6.6 ഇൻറ്റു 10⁻⁻27 എന്നാണ് എടുക്കുക. 31 അല്ല, -27 ആണ്. ഡിവൈഡഡ് ബൈ മാസ് 100 ഗ്രാം ആണ്. എനിക്ക് അതിനെ 10 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. വെലോസിറ്റി 100 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അഗൈൻ ദാറ്റ് ഇസ് 10 സ്ക്വയർ. സോ 10⁻², 10⁻², it will be 10⁻⁴. അത് മേലേക്ക് പോകുമ്പോൾ 10⁻⁻4 ആയിട്ട് മാറും. സോ ദ വാല്യൂ വിൽ ബി 6.6 ഇൻറ്റു 10⁻⁻27 ഇൻറ്റു 10⁻⁻4. The answer is 6.6 into 10⁻⁻31. My option is C. Right? We will move to the next question. A particle is moving 3 times faster than the speed of electron. If the ratio of wavelength of particle and electron is 1.8 into 10⁻⁻4, then the particle is ഏതോ ഒരു പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിള് ഇലക്ട്രോണിനെ അപേക്ഷിച്ച് 3 മടങ്ങ് സ്പീഡിൽ സഞ്ചരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെലോസിറ്റി ഓഫ് ഇലക്ട്രോണിനെ എനിക്ക് വി ഇലക്ട്രോൺ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 3 times VE എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇനി അവർ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് റേഷ്യോ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ഇലക്ട്രോൺ. ദാറ്റ് മീൻസ് ലാംഡ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ ലാംഡ ഓഫ് ഇലക്ട്രോൺ ആണ് തന്നിരിക്കുന്ന വാല്യൂ 1.8 ഇൻറ്റു 10⁻⁻4 എന്ന് തന്നിട്ടുണ്ട്. ഇനി പാർട്ടിക്കിൾ ആരാന്നാണ് ചോദ്യം. എന്താടാ നമുക്ക് എഴുതാൻ പറ്റുക? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി അല്ലേ എനിക്ക് പറയാൻ പറ്റുന്ന റിലേഷൻ. ഇനി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് എച്ച്. സോ ലാംഡ പ്രപ്പോർഷണൽ ടു 1/mv അല്ലേ എനിക്ക് എഴുതാൻ പറ്റുക. ഇനി ഈ പാർട്ടിക്കിളിന്റെയും ഇലക്ട്രോണിന്റെയും റേഷ്യോ നമുക്കൊന്ന് നോക്കാം. എങ്ങനെ? ലാംഡ ഓഫ് ദ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ ലാംഡ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് എനിക്ക് എഴുതിക്കൂടെ? കാരണം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ ഇത് മേലെയും മറ്റേ താഴേക്കും വരും. ഇനി ഈ റേഷ്യോ ആണ് കുട്ടികളെ 1.8 ഇൻറ്റു 10⁻⁻4 എന്ന് തന്നിട്ടുള്ളത്, ആണല്ലോ. മാസ് ഓഫ് ദ ഇലക്ട്രോൺ നമുക്കറിയാം, ദാറ്റ് ഈസ് 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇറ്റ് ഇസ് VE, റൈറ്റ്? ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ 3 times VE ആണ്, ആണല്ലോ. So I can cancel this VE and VE. So I can rearrange this. Mass of the particle is equal to 9.1 into 10⁻⁻31 divided by 1.8 into 10⁻⁻4 into എനിക്ക് എന്ത് എഴുതാം? 3 എന്ന് എഴുതാൻ പറ്റും, ആണല്ലോ കുട്ടികളെ. ഇനി നോക്കൂടാ കുട്ടികളെ, ഈ 3യും ഈവൻ 9ഉം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം കുട്ടികളെ? 3 into 10⁻⁻31 divided by 1.8 into 10⁻⁻4 എന്ന് എനിക്ക് എഴുതാമല്ലോ. ഇനി മക്കളെ, ഇവൻ 3 ആണ്,
ഇവൻ 1.8 ആണ്. സോ 3/2 അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഇസ് 1. വേണ്ട, ഇങ്ങനെ എഴുതണ്ട, നമുക്ക് ഇതിനെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. 3 into 10 raised to minus 31 divided by ഇവൻ 18 into 10 raised to minus 5 എന്ന് എഴുതിക്കൂടെ? എളുപ്പത്തിൽ 18 into 10 raised to minus 5 എന്ന് എഴുതിക്കൂടെ? 3ഉം 18ഉം കട്ടാവൂലടാ. സോ അത് എത്രയാ ഡൗട്ടിൽ വരിക? 1/6 into ഈ 10 raised to minus 5 മേലേക്ക് പോകുമ്പോൾ 10 raised to 5 ആവും. സോ 10 raised to minus 31 into 10 raised to എന്ത് കിട്ടും? plus 5 എന്നായി മാറും. റെഡി? സോ ദാറ്റ് ഇസ് 1/6 into 10 raised to minus 26 ആണ്. 1/6 that is 10/6 ചെയ്ത് കഴിഞ്ഞാൽ 1.6 ആ കിട്ടുക. സോ 1/6 this is 1.6 into 10 raised to minus 27 എന്ന് എഴുതാം എനിക്ക്, റൈറ്റ്? കാരണം ഇത് 10 raised to minus 26 ആണ്. 1/6 പോയിന്റ് വരും, 0.16 വരും. സോ ഞാൻ 1.6 ആകുമ്പോൾ 1.6 into 10 raised to minus 27 വരും. എടാ 1.6 into 10 raised to minus 27 മാസ് ഉള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആരാടാ? ന്യൂട്രോൺ ആണ്. എന്റെ ഓപ്ഷൻ എ ആണ്, റൈറ്റ്? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് uncertainty in the position and momentum are equal, then uncertainty in velocity. ഹേസൻബർഗിന്റെ റിലേഷൻ എന്നാണ് ചോദ്യം. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? uncertainty in position, that is delta x, and uncertainty in momentum delta p are equal എന്നാണ് ചോദ്യം. എനിക്ക് uncertainty in velocity delta v I want to find out. ഇങ്ങനെയല്ലേ മക്കളെ? നമുക്ക് എന്താ റിലേഷൻ? delta x into delta p greater than or equal to h by 4 pi എന്നാണ്. ഇവിടെ ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും ഈക്വൽ ആയതുകൊണ്ട് എനിക്ക് ഡെൽറ്റ പി സ്ക്വയർ എന്ന് കൊടുക്കാം. ആണോ? ഡെൽറ്റ പി സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? h by 4 pi എന്ന് എഴുതാം. റെഡിയാണേ? ഇനി നമുക്കറിയാം ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഡെൽറ്റ വി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ എം സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ വി സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? h by 4 pi എന്ന് എഴുതാം. ഇത് റീഅറേഞ്ച് ചെയ്താൽ വെലോസിറ്റി കണ്ടുപിടിക്കാലോ. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഡെൽറ്റ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? h by 4 pi into m സ്ക്വയർ എന്ന് എഴുതാം. സോ ഡെൽറ്റ വി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇതിന് എന്തെടുക്കണം? റൂട്ട് ഓഫ് h by 4 pi m സ്ക്വയർ. ഇങ്ങനെയാണല്ലോ വരിക. സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇക്വേഷനിലേക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് റീഅറേഞ്ച് ചെയ്യാം. സോ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു റൂട്ടിന്റെ പുറത്ത് 4 എടുത്തു കഴിഞ്ഞാൽ 2 ആവും, എം സ്ക്വയർ എടുത്താൽ എം ആവും. സോ എനിക്ക് എന്ത് എഴുതാം? 1/2m into റൂട്ട് ഓഫ് എന്ത് എഴുതാം കുട്ടികളെ? h by pi എന്ന് എഴുതി കഴിഞ്ഞാൽ എന്റെ ഉത്തരമായി. സോ മൈ ഓപ്ഷൻ ഈസ് സി, റൈറ്റ്? We will move to the next one. The mass of electron is 9.1 into 10 raised to minus 31 kilogram. Planck's constant is 6.626 into 10 raised to minus 34. The uncertainty involved in the measurement of velocity within a distance of 0.1 angstrom എന്നാണ് ചോദ്യം. മാസ് ഓഫ് ഇലക്ട്രോൺ അവർ തന്നിട്ടുണ്ട്. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 into 10 raised to minus 31 എന്ന് ഞാൻ എടുക്കുന്നു. Then Planck's constant വാല്യൂ h തന്നിട്ടുണ്ട്. That is 6.626 ഞാൻ 6.3 into 10 raised to minus 34 എന്ന് എഴുതാം. എനിക്ക് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 0.1 ആംസ്ട്രോങ് എന്നാണ്. That is equal to 0.1 into 10 raised to minus 10 എന്നാണ്. And that is equal to 10 raised to minus 11 എന്നാണ്. റെഡി ആണല്ലോ? ഇനി നമുക്ക് നേരിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ, ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4 pi. ഇനി മക്കളെ ഒരു സൂത്രപ്പണി ഒപ്പിക്കാം. ഈ h by 4 piന്റെ വാല്യൂ ഒന്ന് പഠിച്ചോളൂ. അത് 5.25 ഇൻറ്റു 10 raised to minus 35 ആണ്. 5.25 into 10 raised to minus 35 ആണ് ആര്? h by 4 pi. അതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഈസി ആയി ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ? ദാറ്റ് ഈസ് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു h by 4 piന്റെ വാല്യൂ 5.25 ഇൻറ്റു 10 raised to minus 35 എന്ന് ഞാൻ കൊടുത്തു. ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സിന്റെ വാല്യൂ എനിക്കറിയാം. ദാറ്റ് ഈസ് 10 raised to minus 11 ആണെന്ന് അറിയാം. ആണല്ലോ? മാസ് ഓഫ് ഇലക്ട്രോൺ ഞാൻ എത്രയായിട്ട് എടുത്തിട്ടുണ്ട്? 9.1 into 10 raised to minus 31 ആക്കി എടുത്തിട്ടുണ്ട്, റൈറ്റ്? ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാമിനെ 5.25 ഞാൻ 52.5 into 10 raised to minus 36 എന്ന് കൊടുക്കട്ടെ. ഡിവൈഡഡ് ബൈ 10 raised to minus 11 into 9.1 into 10 raised to minus 31 എന്നാണ്. മക്കളെ നോക്കൂടാ, 10 raised to minus 31ഉം 10 raised to minus 11ഉം 10 raised to minus 42 ആവും. അത് മേലേക്ക് വരുമ്പോൾ 10 raised to 42 ആവും. അപ്പൊ ഇതിന് എനിക്ക് എന്ത് എഴുതാം? 52.5 into 10 raised to minus 36 into 10 raised to 42
ഡിവൈഡഡ് ബൈ 9.1 എന്ന് എഴുതാം. ആണല്ലോ. ഇനി മക്കളെ നോക്കടാ, 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താൽ 9 × 6 54 ആണ്. അപ്പൊ ഇവിടെ 6 ഇല്ല, 6നേക്കാളും ചെറിയൊരു വാല്യൂ. സോ 5 പോയിന്റ് സംതിങ് ആണ് വരിക. 5 പോയിന്റ് സംതിങ് ഇൻറ്റു 10⁶ ആണ് ആൻസർ വരിക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഇസ് ബി. റൈറ്റ്. വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Uncertainty in the position of an electron, mass 9.1 × 10⁻²8, moving with a velocity of 3 × 10⁴ cm/second, accurate approximately up to 0.001% will be എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ എല്ലാം CGS സിസ്റ്റത്തിലാണ് യൂണിറ്റ്. മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട് 9.1 × 10⁻²8 ആണ് തന്നിട്ടുണ്ട്. ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁴ ആണ്. പക്ഷെ അതിന്റെ അക്യുറസി 0.001% ഉള്ളൂ. എന്നാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? 3 × 10⁴ ഇത്ര ശതമാനം മാത്രമേ അത് അക്യുറേറ്റ് ഉള്ളൂ എങ്കിൽ ഇവന് എനിക്ക് 10⁻³ 10² ആണ്, 100 ആണ്. സോ 10² എന്ന് എഴുതാം. ആണല്ലോ. സോ ഇവിടുന്ന് ഡെൽറ്റ വി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 × 10⁴ × 10⁻⁵ that is equal to 3 × 10⁻⁻1 എന്നാണ് എനിക്ക് എന്തിന്റെ വാല്യൂ കിട്ടുക? ഡെൽറ്റ വിയുടെ വാല്യൂ കിട്ടുക. ഇനി മക്കളെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പോവാം. ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? h/4π ആണ്. SIയിൽ h/4π 6.626 × 10⁻³ ഡിവൈഡഡ് ബൈ ആ വാല്യൂ h/4π സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 5.25 × 10⁻35 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. SIയിലാണ്. ഇവിടെ അതല്ല, ഇവിടെ CGSലാണ്. അപ്പൊ 10ന്റെ പവറിൽ മാറും. ഇവിടെ CGSൽ ഇതിന്റെ വാല്യൂ 5.25 × 10⁻28 എന്ന് എടുത്താൽ മതി. എനിക്ക് 5.25 × 10⁻28 ഇത് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 5.25 × 10⁻28 ഹോൾ ഡിവൈഡഡ് ബൈ mass of electron is 9.1 × 10⁻28 ആണ് ഇൻറ്റു ഇതിന്റെ വാല്യൂ 3 × 10⁻⁻1 ആണ് ഡെൽറ്റ വി. ഓക്കെ, ഇനി നമുക്ക് നോക്കാടാ കുട്ടികളെ, ഇവന് എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇവന് എനിക്ക് 52.5 × 10⁻29 എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ എനിക്ക് എന്ത് എഴുതാം? ഇവനെ 9.1 × 10⁻28 അവിടെ നിൽക്കട്ടെ, 3 × 10⁻29 എന്ന് എഴുതാം. റെഡിയാണേ? ഇനി എടാ കുട്ടികളെ നോക്കൂ, നേരത്തെ കട്ട് ചെയ്ത പോലെ 9ഉം 52ഉം 9 × 6 54 ആണ്. സോ 5 പോയിന്റ് സംതിങ് ആണ് വരിക. സോ 5 പോയിന്റ് സംതിങ് ഡിവൈഡഡ് ബൈ 3 ആണ് വരിക. ആണല്ലോ കുട്ടികളെ? എടാ 6/3 2. അപ്പൊ 5/3 എന്ന് പറയുമ്പോൾ 2ൽ തൊട്ട് താഴെയുള്ള ഒരു വാല്യൂ അതൊറ്റ ഒന്നേ ഉള്ളൂ, ഓപ്ഷൻ സി. മക്കളെ നമുക്ക് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ പോലെ അവസാനം വരെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, നമുക്ക് എത്രത്തോളം പെട്ടെന്ന് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വേഗത്തിൽ ചെയ്ത് ആൻസറിലേക്ക് എത്തുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് എന്താണ്? ആർക്കാണ് പ്രപ്പോർഷണൽ? എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ? ഒക്കെയാണ് ചോദ്യം. നമുക്ക് നോക്കാം. എന്താ ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണ്. മാസിന്റെ വെലോസിറ്റി മൊമെന്റം അല്ലേ? അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മൊമെന്റം ആണ്. എന്റെ ഓപ്ഷൻ ഈസ് സി. റൈറ്റ്. ദെൻ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ക്വാണ്ടം മെക്കാനിക്സും ക്വാണ്ടം നമ്പേഴ്സിന്റെ ഭാഗത്തിലേക്ക് പോവാം. ഇവിടെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലും ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ h⁻ψ ഈസ് ഈക്വൽ ടു Eψ എന്ന് പറയുന്ന ഇക്വേഷനും അതിന്റെ കാര്യങ്ങളുള്ളത്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗം ഇവിടെയുണ്ട്. നിങ്ങൾക്കറിയാം 4 പ്രധാനപ്പെട്ട ക്വാണ്ടം നമ്പേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, ഇതൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കടാ കുട്ടികളെ, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ അസോസിയേറ്റഡ് വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 3. ഈ ചോദ്യത്തിനെ പല രീതിയിൽ ചെയ്യാവേ. നമുക്ക് ആദ്യം അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം, ദെൻ ഷോർട്ട് കട്ടിലേക്ക് പോവാം. നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 3. മക്കളെ, നിങ്ങൾ ഷെല്ല് കേട്ടിട്ടുണ്ട്, k l m n എന്ന് കേട്ടിട്ടുണ്ടല്ലോ. n-ന്റെ വാല്യൂ 1 ആണെങ്കിൽ k ഷെൽ, 2 ആണെങ്കിൽ l ഷെൽ, 3 ആണെങ്കിൽ m ഷെൽ, 4 ആണെങ്കിൽ n ഷെൽ. ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? ഇനി ഇതിലുള്ള സബ് ഷെൽ 1s ആണെന്നും ഇതിൽ 2s ഉം 2p ആണെന്നും ഇതിൽ 3s 3p 3d ആണ് എന്ന് നമുക്കറിയാം. ആണല്ലോ? എസിന് നമുക്ക് ഒരൊറ്റൊരു ഓറിയന്റേഷനേ ഉള്ളൂ, പിക്ക് നമുക്ക് 3 ഓറിയന്റേഷൻ ഉണ്ട്, ഡിക്ക് നമുക്ക് 1 2 3 4 5 ഓറിയന്റേഷൻ ഉണ്ട്. സോ ഒരു ഓർബിറ്റൽ
ഇവിടെ 3 ഓർബിറ്റൽ, ഇവിടെ 5 ഓർബിറ്റൽ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാ മക്കളെ? 9. ഇത്രയും ചെയ്ത് കണ്ടുപിടിക്കാതെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ഓർത്താൽ മതി? n സ്ക്വയർ ഓർത്താൽ മതി. നമ്പർ ഓഫ് ഓർബിറ്റൽസ് n സ്ക്വയർ ആണ്, അത് 3 സ്ക്വയർ ആണ്, ആൻസർ 9 ആണ്. ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ദ സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ആദ്യത്തെ ഓപ്ഷൻ ആംഗുലർ ക്വാണ്ടം നമ്പർ, ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ സിഗ്നിഫൈസ് ദ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. അതെ, n എന്ന് പറയുന്നത് സൈസും l എന്ന് പറയുന്നത് ഷേപ്പിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. സോ അത് കറക്റ്റ് ആണ്. ഇനി എനർജി ഓഫ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ക്വാണ്ടം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ് ബോർ എനർജി കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ E is equal to -13.6 divided by n സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ E is inversely proportional to n സ്ക്വയർ ആണ്. അത് കറക്റ്റ് ആണ്. ആണല്ലോ കുട്ടികളെ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഇൻ 3s ഓർബിറ്റൽ is 3. മക്കളെ, നോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയില്ലാത്ത ആ ഒരു റീജിയനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അതിൽ ടോട്ടൽ നോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ n-1 ചെയ്യാം. സോ n is the principal quantum number, so that is 3 minus 1. so total number of node എന്ന് പറയുന്നത് 2 ആണ്. സോ ഇത് 3 അല്ല 2 ആണ്. this is the wrong one. നമുക്ക് നാലാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം പ്ലസ് is half of the first orbit of hydrogen atom. മക്കളെ, റേഡിയസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 0.529 into n സ്ക്വയർ ബൈ z ആണ്. ഇനി ഹൈഡ്രജൻ ആറ്റം ആകുമ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് ആകുമ്പോൾ എന്ത് വരുവാ? r is equal to 0.529 divided by 1 ആണ് വരിക. ഹീലിയം ആകുമ്പോൾ r is equal to 0.529 divided by 2 എന്ന് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് ഹാഫ് തന്നെയല്ലേ മക്കളെ? അപ്പൊ ഇതും എന്താണ് മക്കളെ? കറക്റ്റ് ആണ്. നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. റൈറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ് ഇസ് നോട്ട് പോസിബിൾ? നോക്കാം. ആദ്യത്തത് n ആണ്, 1 ആണ്, l 0 ആണ്, m 0 ആണ്, s 1/2 ആണ്. പോസിറ്റീവ് ഹാഫോ നെഗറ്റീവ് ഹാഫോ ആവാം. ഇവിടെ n-ന്റെ വാല്യൂ l-നേക്കാളും ചെറുതാണ്. സോറി, l-ന്റെ വാല്യൂ n-നേക്കാളും ചെറുതാണ്. സോ ഇത് കറക്റ്റ് ആണ്. ഇവിടെ നോക്കൂ, n വാല്യൂ l വാല്യൂ ഈക്വൽ ആയി. എപ്പോഴും ദ വാല്യൂ ഓഫ് l ഷുഡ് ബി ലെസ് ദാൻ n. l-ന്റെ വാല്യൂ എപ്പോഴും ആരെക്കാളും കുറഞ്ഞിരിക്കണം? n-നേക്കാളും കുറഞ്ഞിരിക്കണം. സോ ദിസ് ഇസ് ദ റോങ് വൺ. റൈറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ that can be associated with the following set of quantum numbers? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾ സ്പീഡിൽ എഴുതി പോകുമ്പോൾ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കൂ, എങ്ങനെ കുട്ടികൾ തെറ്റിക്കാം? അതിനൊരു ഓപ്ഷൻ n3 ആണ്, l1 ആണ്. കുട്ടി ചോദിച്ചിരിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. n3 l1 ആണെങ്കിൽ കുട്ടിക്ക് മനസ്സിലായത് 3p ആണ്. പിയിൽ കൊള്ളാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാ? 6 ആ. അപ്പൊ കുട്ടി ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യും? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്യും. പക്ഷെ കീ വരുമ്പോൾ ഡി തെറ്റ്. അപ്പോഴാണ് കുട്ടി രണ്ടാമത് നോക്കുക എന്താ അത് വരുത്തിയ മിസ്റ്റേക്ക്. നോക്കടാ കുട്ടികളെ, n3 l1 3p തന്നെയാണ്. പി ഓർബിറ്റലിന് 3 ഓറിയന്റേഷൻ ഉണ്ട് അല്ലെ? 3 ഓറിയന്റേഷൻ, px py pz. ഒന്ന് -1 0 1. അതിൽ -1 m-ന്റെ വാല്യൂ കൃത്യമായിട്ട് ഓറിയന്റേഷൻ തന്നിട്ടുണ്ട്. അതൊരു പ്ലസ് ഹാഫും ഒരു മൈനസ് ഹാഫും ഉള്ള 2 ഇലക്ട്രോൺ ആണ് കൊള്ളാൻ കഴിയുക. സോ എന്റെ ഉത്തരം ബി ആണ്, ഡി അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്പീഡിൽ വായിച്ചു പോകുമ്പോൾ തെറ്റിക്കാതെ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ദ കറക്റ്റ് സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ദ ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഓഫ് കോപ്പർ ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോപ്പർ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന്റെ കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. ആണല്ലോ. ആർഗൺ 18, 4s1 3d10. എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഉള്ള ഒരാളല്ലേ കോപ്പർ. ഇനി ഔട്ടർ മോസ്റ്റ് ആരാടാ? 4s1. ദിസ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് വൺ. സോ ഇതിന്റെ എസിന്റെ കൂടെ വിളിക്കുന്ന n വാല്യൂ ഇവിടെ 4 ആണ്. എസ് സബ്ഷെല്ലാണ്. എസ് സബ്ഷെൽ ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ 0 ആണ്, എമ്മിന്റെ വാല്യൂ 0 ആണ്, എസിന്റെ വാല്യൂ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് എന്ന് വരിക. സോ 4 0 0 1/2. മൈ ഓപ്ഷൻ ഈസ് എ. റൈറ്റ്. ഓക്കെ, ദെൻ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ചോദ്യമാണിത്. വാട്ട് ഈസ് ദ maximum number of electron having same spin n plus l equal to 4?
n+l 4 ആവുന്ന കേസിൽ എത്രത്തോളം സിമിലർ സ്പിന്നുള്ള ആൾക്കാരുണ്ട്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ചോദ്യം. മക്കളെ, നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്നിന്റെ വാല്യൂ എപ്പോഴും ആരെക്കാളും കൂടുതലായിരിക്കണം, എല്ലിന്റെ വാല്യൂക്കാണ് കൂടുതലായിരിക്കണം. അപ്പോ n+l 4 കിട്ടണമെങ്കിൽ എനിക്ക് എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 4 + 0 = 4 എനിക്ക് എഴുതാം. കാരണം ഇവിടെ എന്നിന്റെ വാല്യൂ എല്ലിനേക്കാളും കൂടുതലാണ്. എനിക്ക് 3 + 1 = 4 എന്ന് എഴുതാവല്ലോ മക്കളെ. ഇനി 2 + 2 = 4 എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? 2 + 2 4 ആണ്, പക്ഷെ ഈ കേസിൽ ഇത് പോസിബിൾ അല്ല. ദെൻ 1 + 3 പോസിബിൾ അല്ല. അപ്പൊ ഈ കേസുകളൊന്നും എനിക്ക് എടുക്കാനാവില്ല. എനിക്ക് ഈ രണ്ട് കേസുകളെ എടുക്കാനാവുള്ളൂ. ഏത്? 4 + 0 3 + 1. അപ്പൊ n 4 ആകുകയും l 0 ആകുകയും ആയി കഴിഞ്ഞാൽ അത് 4s ആണ്. എസിന് ഒരു ഓറിയന്റേഷൻ ആണ്, അതിൽ 2 ഇലക്ട്രോൺ ആണ് കൊള്ളാൻ കഴിയുക. അപ്പൊ അതിൽ ഒറ്റ സ്പിൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്നിന്റെ വാല്യൂ 3ഉം എല്ലിന്റെ വാല്യൂ 1ഉം ആണെങ്കിൽ ദിസ് ഇസ് 3p ആണല്ലോ. 3p എനിക്ക് എത്ര ഓറിയന്റേഷൻ? 3 ഓറിയന്റേഷൻ പിക്ക്. അപ്പൊ 1 2 3 4 5 6 ദാറ്റ് ഇസ് എ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇതിൽ ഒരേ സ്പിൻ ഉള്ളത് എത്രയാണ്? 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ഒരേ സ്പിൻ ഉള്ളത് 1ഉം 3ഉം എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. എന്റെ ഓപ്ഷൻ ഏതാണ് മക്കളെ? സി ഈസ് മൈ ഓപ്ഷൻ, റൈറ്റ്? അടുത്ത ചോദ്യം, ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഓഫ് p ഇലക്ട്രോൺ. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √l × l+1 × h/2π എന്നാണ്. മറന്നു പോകരുത്, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ √l × l+1 × h/2π എന്നാണ്. മക്കളെ, എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ s ഓർബിറ്റൽ, എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ p ഓർബിറ്റൽ, എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ d ഓർബിറ്റൽ, എല്ലിന്റെ വാല്യൂ 3 ആണെങ്കിൽ അത് എന്ത് ഓർബിറ്റൽ? f ഓർബിറ്റൽ. എന്റെ അടുത്ത് ചോദിച്ചത് എന്ത് ഇലക്ട്രോൺ ആണ്? p ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവിടെ എല്ലിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് = √1 × 1+1 × h/2π എന്ന് എനിക്ക് എഴുതാലോ കുട്ടികളെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? √3 that means √3 അല്ല, even 1 + 1 2 2 × 1 2. so √2 × h/2π എന്ന് എനിക്ക് എഴുതാമല്ലോ. ഇനി നമുക്ക് ആ ഓപ്ഷൻസ് അനുസരിച്ച് മാറി വരാം. ദാറ്റ് ഈസ് √2 × h / 2നെ എനിക്ക് √2 × √2 × π എന്ന് എഴുതാം. സോ ഒരു √2ഉം ക്യാൻസൽ ആയി പോകും. സോ എനിക്ക് ഫൈനൽ ആൻസർ വിൽ ബി h/√2π. h/√2π, my option is A, right? Next question, the correct set of 4 quantum numbers for the outermost electron of sodium. നേരത്തെ കോപ്പറിന്റെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെയുള്ള ചോദ്യം തന്നെയാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണെന്ന് തന്നിട്ടുണ്ട്. കോൺഫിഗറേഷൻ നിയോൺ 10 പോയി, ബാക്കി 3s1. സോ 3s1 അല്ലേ ഔട്ടർ മോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്ത് വരുവടാ? 3 വരും. എസ് ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ 0, എമ്മിന്റെ വാല്യൂ 0, എസിന്റെ വാല്യൂ 1/2 അല്ലേ. സോ 3001/2, മൈ ഓപ്ഷൻ ഈസ് ഡി, റൈറ്റ്? We will move to the next question. Which of the following set of quantum numbers represents 19th electron of chromium എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 19th electron of chromium. മക്കളെ, ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ആർഗൺ വരെ 18 പോയി. പിന്നെയുള്ള കോൺഫിഗറേഷൻ 4s1 കഴിഞ്ഞിട്ടാണ് 3d5 വരുന്നത്, ആണോ? സോ 19ാമത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്ന ഇതിലേക്കാണ്, 4s-ലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നിന്റെ വാല്യൂ എനിക്ക് 4 എന്ന് എഴുതാം. എല്ലിന്റെ വാല്യൂ 0 ആണ്, എമ്മിന്റെ വാല്യൂ 0 ആണ്, എസിന്റെ വാല്യൂ 1/2 ആണ്. സോ 4001/2, മൈ ഓപ്ഷൻ ഈസ് എ, റൈറ്റ്? അടുത്തത് മക്കളെ, നമുക്ക് നോക്കേണ്ടത് കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ്, ഷേപ്പ്, അതിന്റെ എനർജി. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് നമുക്ക് നോക്കാം. ഇംപോസിബിൾ ഓർബിറ്റൽ എമംഗ് ദ ഫോളോയിങ് ഈസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇംപോസിബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഓരോന്ന് എങ്ങനെ നോക്കാം? നമുക്ക് 2s ഓർബിറ്റൽ പോസിബിൾ ആവുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാലോ. നോക്കൂ, 2s എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. L എന്ന് പറയുന്നത് എന്താ വരിക? 0 to n-1 ആണ് വരിക. സോ ദാറ്റ് ഈസ് 0 to 2-1 ആണ് വരിക. സോ അത് എന്താണ് വരിക? 0 to 1 ആണ് വരിക. അപ്പൊ L ഇനി ഇവിടെ 2 വാല്യൂ പോസിബിൾ ഉണ്ട്. 0യും പോസിബിൾ ആണ്, L1ഉം പോസിബിൾ ആണ്. അപ്പൊ L = 0 ആണെങ്കിൽ അത് എന്ത് ഓർബിറ്റലാണ്?
2s ആണ് വരിക, ഇത് 2p ആണ് വരിക, റൈറ്റ്? അപ്പോ 2s പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്, റൈറ്റ്? നമുക്കിനി അടുത്തത് 3f പോസിബിൾ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 3f പോസിബിൾ ആണോ ചെക്ക് ചെയ്യാം. നോക്കൂ, ഇവിടെ n വാല്യൂ 3 ആണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ l വാല്യൂ എന്ന് പറയുന്നത് 0 to n-1 ആണ്. അങ്ങനെയാണെങ്കിൽ 0 to 3-1 that is equal to 0 to 2. അപ്പൊ ആരൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം. 0 ആണെങ്കിൽ s ആണ്, 1 ആണെങ്കിൽ p ആണ്, 2 ആണെങ്കിൽ d ആണ്. അങ്ങനെയാണെങ്കിൽ 3s പോസിബിൾ ആണ്, 3p പോസിബിൾ ആണ്, 3d പോസിബിൾ ആണ്. അപ്പോൾ ആര് പോസിബിൾ അല്ല? 3f പോസിബിൾ അല്ല. സോ മൈ കറക്റ്റ് ഓപ്ഷൻ ഇസ് B, റൈറ്റ്? We will move to the next question. Which of the following set of quantum numbers represents highest energy level in an atom? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹയസ്റ്റ് എനർജി ലെവൽ? മക്കളെ, ഓർബിറ്റലിന്റെ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾക്ക് n+l റൂൾ ഉപയോഗിക്കാം. ആർക്കാണോ n+l കൂടുതലുള്ളത് അവിടെ എന്ത് സെയിം ആയിരിക്കും, എന്ത് കൂടുതലായിരിക്കും? എനർജി കൂടുതലായിരിക്കും. So energy of the orbital is decided by n+l value. If the n+l is more, energy will be more. ഇനി അവിടെ തന്നെ ഒരു കാര്യം ഓർക്കുക, if രണ്ട് ഓർബിറ്റൽ കമ്പയർ ചെയ്യുമ്പോൾ n+l സെയിം ആണെന്ന് വിചാരിക്കാം, n+l സെയിം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആരാണോ ഹയർ n അവിടെ ആയിരിക്കും എന്ത് കൂടുതൽ? എനർജി കൂടുതൽ എന്നുള്ള കാര്യം ഓർക്കാം. സോ എനർജി ഓഫ് ദ ഓർബിറ്റൽ ഇസ് ഡിസൈഡഡ് ബൈ n+l. ആർക്കാണോ n+l കൂടുതൽ അവിടെ എനർജി കൂടുതലായിരിക്കും. ഇനി രണ്ട് ഓർബിറ്റലിന്റെ എനർജി കമ്പയർ ചെയ്യുമ്പോൾ n+l സെയിം ആണെങ്കിൽ ആർക്കാണോ n-ന്റെ വാല്യൂ കൂടുതൽ അവിടെ എനർജി കൂടുതലായിരിക്കും എന്ന് ഓർക്കാം. അപ്പൊ നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ എനർജി കണ്ടുപിടിക്കാൻ n+l അല്ലേ ചെയ്യേണ്ടത്? നോക്കൂ, ഇവിടെ n4 l0, സോ 4 + 0 is 4, റൈറ്റ്? ഇവിടെ നോക്കൂ, 3ഉം 1ഉം ആണ്, 3 + 1 4 ആണ്. ഇവിടെ 3ഉം 2ഉം ആണ്, സോ 3 + 2 5 ആണ്. ഇവിടെ 3ഉം 0ഉം ആണ്, 3 ആണ്. സോ ഹയസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് n+l അല്ലേ? അപ്പൊ ഹയസ്റ്റ് n+l ഉള്ള ഓപ്ഷൻ ഏതാടാ? സി ആണ്. ഇനി മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which one of the following decides shape of the orbitals in an energy shell? അതായത് ഷേപ്പ് തീരുമാനിക്കുന്ന ക്വാണ്ടം നമ്പർ ഏതാണ് മക്കളെ? അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്കറിയാം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓറിയന്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ ഇസ് ഷോൺ ബൈ വിച്ച് ക്വാണ്ടം നമ്പർ? ഓറിയന്റേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ക്വാണ്ടം നമ്പർ ആണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് ഓറിയന്റേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മൈ ഓപ്ഷൻ ഈസ് സി, റൈറ്റ്? Next question. The electrons identified by quantum number n and l that can be placed in the increasing energy as എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എനർജിയുടെ ഓർഡറിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എനർജിയുടെ ഓർഡറിൽ പറയണമെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയണം? n+l പറയണം. അപ്പൊ ആദ്യത്തെ n+l വാല്യൂ എത്രയാണ്? 4 1 5. ഇവിടെ എത്രയാണ് വരിക? 4. ഇവിടെ 3 2 5. ഇവിടെ എത്രയാണ്? 3 1 4. അപ്പൊ മക്കളെ, നമ്മൾ എല്ലാരെയും എന്ത് കണ്ടുപിടിച്ചു? n+l വാല്യൂ കണ്ടുപിടിച്ചു. ഇനി n+l ആർക്കാണോ കുറവ് അവിടെയല്ലേ എനർജി കുറവുണ്ടാവുക. n+l കൂടിയ സ്ഥലത്ത് എനർജി കൂടുതലുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം 2ന്റെയും 4ന്റെയും എനർജി എന്ന് പറയുന്നത് ആരെക്കാളും കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. 1നേക്കാളും 3നേക്കാളും കുറവാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ആണല്ലോ കുട്ടികളെ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും എനർജിയുടെ ഓർഡറിൽ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും എനർജി കൂടുതൽ വരിക ഫസ്റ്റിനല്ലേ മക്കളെ? കാരണം ഇവിടെ n+l സെയിം ആണ്. സോ ആർക്കാണോ n-ന്റെ വാല്യൂ കൂടുതൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? എനർജി കൂടുതലായിരിക്കും. സോ 1 ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു. അടുത്ത ആരാണ് വരിക? 3 ആണ് വരിക. സോ ഇങ്ങനെ വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഏതാണ് മക്കളെ? ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ഓപ്ഷൻ, റൈറ്റ്? ഓക്കെ, then we will move to the next one. The probability of finding electron residing in px orbital is 0. അതായത് px എന്ന് പറയുമ്പോൾ എക്സിന്റെ ഡയറക്ഷനിൽ ആരെ കാണാൻ പ്രോബബിലിറ്റി ഉണ്ട്? ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ പ്രോബബിലിറ്റി ഇല്ലാത്തത് ഏത് പ്ലെയിനിലായിരിക്കും? എടാ, yz പ്ലെയിനിലായിരിക്കും, റൈറ്റ്? ഇനി അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് ആലോചിച്ച് നോക്കൂ. px-ന് പകരം py തന്നാൽ ഏത് പ്ലെയിനിലായിരിക്കും പ്രോബബിലിറ്റി ഇലക്ട്രോണിനെ കാണാതിരിക്കാൻ? pz ആണെങ്കിൽ ഏതായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യണേ, റൈറ്റ്?
നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഓർബിറ്റൽ ഹാവിംഗ് 3 ആംഗുലാർ നോഡ്സ് ആൻഡ് 3 ടോട്ടൽ നോഡീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ ആംഗുലാർ നോഡ് 3 ആയിരിക്കണം, ടോട്ടൽ നോഡ് 3 ആയിരിക്കണം. മക്കളെ, നമുക്കറിയാം നോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കാണാൻ സാധ്യത ഇല്ലാത്ത സ്ഥലമാണ് നോഡ്. റെഡിയാണേ? ഇനി ആ നോഡിനെ എനിക്ക് 2 തരത്തിൽ തരംതിരിക്കാം. ഒന്ന് സ്ഫെറിക്കൽ അല്ലെങ്കിൽ റേഡിയൽ എന്ന് പറയുന്നത്. അടുത്തത് ആംഗുലാർ അല്ലെങ്കിൽ പ്ലാനാർ എന്നാണ്. ആംഗുലാർ അല്ലെങ്കിൽ പ്ലാനാർ നോഡ്സ് ആണ്. സ്ഫെറിക്കൽ അല്ലെങ്കിൽ റേഡിയൽ നോഡ്സിനെ കണ്ടുപിടിക്കുന്നത് N-L-1 ആണ്. ആംഗുലാർ നോഡ് L ആണ്. റെഡിയാണ്? ഇത് ഓർത്തു വെക്കണം. ഇനി ടോട്ടൽ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to N-1 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി കുട്ടികളെ, നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് ആംഗുലാർ നോഡ് 3 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആംഗുലാർ നോഡ് L വാല്യൂ അല്ലേ? അപ്പൊ L വാല്യൂ 3 ആണെങ്കിൽ അത് ഏത് ഓർബിറ്റിലായിരിക്കണം? F ഓർബിറ്റിലായിരിക്കണം. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. റൈറ്റ്? ഇനി നമുക്ക് നോക്കാം. ആ സിയുടെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N-1 അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ്. സോ 4-1 ആൻസർ ഈസ് 3. സോ എന്റെ ഓപ്ഷൻ ഏത് തന്നെ എനിക്ക് മാർക്ക് ചെയ്യാം? സി എന്ന് തന്നെ മാർക്ക് ചെയ്യാം. റൈറ്റ്? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ലാസ്റ്റ് ഭാഗമാണിത്. അത് നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോൺ ഫില്ലിംഗ് റൂൾസും ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടുമാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ തന്നിരിക്കുന്നത് ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൺസ് റൂൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓർബിറ്റൽസ് ഈക്വലന്റ് എനർജി ഇലക്ട്രോൺ സ്പിൻ റിമൈൻസ് അൺപെയർഡ് ഈസ് പോസിബിൾ. യെസ്, ഇലക്ട്രോൺ ഷുഡ് ഓക്യുപൈ സിംഗ്ലി ഫസ്റ്റ് ദെൻ പെയറിംഗ് ഹാപ്പൻസ്. ഓക്കെ, ശരിയാണ്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത് ഒരു no two electron in an atom have same set of all 4 quantum numbers, at least spin will be different. കറക്റ്റ് ആണ്. സീമൻ ഇഫക്റ്റ് നമുക്കറിയാം ബോർ മോഡലിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് ഇത് നമുക്ക് പറയാൻ പറ്റുക. കാരണം ബോർ മോഡലിന് ഫൈൻ സ്പെക്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഓരോ ലൈനുകളും ഹൈ റിസോൾവിംഗ് ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ വെക്കുമ്പോൾ ഓരോ ലൈനുകളും കുഞ്ഞു ലൈനുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ആ സ്പെക്ട്രത്തിന് നമ്മൾ പറയുന്ന പേര് ഫൈൻ സ്പെക്ട്രം എന്നാണ്. ആ ഫൈൻ സ്പെക്ട്രം ഒബ്സർവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ അതിന് സ്റ്റാർക്ക് ഇഫക്റ്റ് എന്നും മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ സീമൻ ഇഫക്റ്റ് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയാണല്ലോ? സോ അത് പറയുന്ന കാര്യം കറക്റ്റ് ആണ്. ദെൻ അടുത്തത് ഹെയ്സൻബർഗിൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ പൊസിഷൻ ആൻഡ് മൊമെന്റം ഒരുമിച്ചാണ്. സോ ഇത് പൊസിഷൻ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് ദ റോങ് ആൻസർ. സോ മൈ ഓപ്ഷൻ ഇസ് ഡി is my option. Right? We will move to the next one, which is not according to Aufbau principle. Aufbau principle പ്രകാരം അല്ലാത്തത് ഏതാണ്? എന്താ Aufbau principle പറയണേ? Aufbau principle എന്ന് പറയുന്നത് എക്സാക്ട് റിപ്ലിക്ക ഓഫ് N+L റൂൾ അല്ലേ? അതായത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എപ്പോഴും ലോവസ്റ്റ് എനർജി ലെവൽ ദെൻ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. നോക്കാം, ഇവിടെ 2s ഫില്ല് ചെയ്തു, പിന്നെയാണ് 2p പോയിരിക്കുന്നത്. ഓക്കെ ആണ്. ഇതിലും അതുപോലെ തന്നെയാണ്. ഇവിടെ നോക്കൂ, 2s ഫില്ല് ചെയ്യുന്നതിന് മുന്നേ 2p ഇവിടെ വന്നില്ലേ? സോ നോക്കൂ, 2p ഇവിടെ പെയറും കൂടെ ചെയ്തു. ശരിക്കും ഇവിടെ എന്താ വേണ്ടത്? 2s ഇവിടെ കഴിഞ്ഞിട്ടാണ് 2p പോകേണ്ടത്. സോ മൈ റോങ് ഓപ്ഷൻ ഈസ് ഏതാണ് മക്കളെ? സി ഈസ് മൈ റോങ് ഓപ്ഷൻ. റൈറ്റ്? ദെൻ അടുത്തത് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Cr3+. മക്കളെ, ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. എക്സെപ്ഷണൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് അല്ലേ? ക്രോമിയത്തിനും കോപ്പറിനും 4s1 3d5 4s1 3d10 ആണ്. അതിന് എന്തുകൊണ്ടാണ് ആ കോൺഫിഗറേഷനിലേക്ക് പോയിട്ടുള്ളതെന്നും അതിന്റെ ഡീറ്റെയിൽസ് മക്കൾക്ക് അറിയാം. സോ ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ആർഗൺ എന്ന് എഴുതി 4s1 എന്ന് എഴുതാം, then 3d5 എന്ന് എഴുതാം. ആണോ? ഇനി Cr3+ ആണ്. എത്ര ഇലക്ട്രോൺ കട്ട് ചെയ്യണം? 3 ഇലക്ട്രോൺ കട്ട് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ഇലക്ട്രോൺ എവിടുന്ന് കട്ട് ചെയ്യും? 4s ഒന്ന് പോയി, 3d 2 പോയി. സോ കോൺഫിഗറേഷൻ 3d3 അവസാനിക്കും. സോ ആ ഉത്തരം എന്ന് പറയുന്നത് ഏതാടാ കുട്ടികളെ? ഓപ്ഷൻ ബി ആണ്. റൈറ്റ്? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, നല്ലൊരു ചോദ്യമാണ്. ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 ഇത്രയും ഒരാളെ എടുക്കാം. ദിസ് ഈസ് ആർഗൺ അല്ലെ? 18 വരെയുള്ളത് ആർഗൺ ആണ്. ആർഗൺ കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ കയറേണ്ടത് ഏതാണ്? 4s എന്നിട്ടല്ലേ അത് 3d വരിക? ആണല്ലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോൺഫിഗറേഷനിൽ നിന്നും 4s ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നോക്കൂ, 18 ആർഗൺ
then 4s ആണ്. 4s കഴിഞ്ഞിട്ടാണ് 3d വരിക. ആ 4s കഴിഞ്ഞ് 3d വരാനുള്ള റീസൺ n+l റൂൾ ആണല്ലോ. അപ്പൊ നോക്കൂ, ഇവിടെ 3d 9 ആണ്, അപ്പൊ 4s 0 ആണ്. സോ സം ഇലക്ട്രോൺ ഈസ് ലോസ്റ്റ് ഫ്രം 4s, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സാധനം ആരാണ്? ഒരു കാറ്റയോൺ ആണല്ലോ. ഇനി നോക്കൂ, ഡിയിലേക്കും ഇതിലേക്കൊക്കെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് മെറ്റൽ അല്ലേ? സോ ദാറ്റ് വിൽ ബി എൻ എന്തായിരിക്കും മക്കളെ? ദാറ്റ് വിൽ ബി എ മെറ്റാലിക് കാറ്റയോൺ. ഇനി ഈ ചോദ്യം കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഇത് ഏത് മെറ്റാലിക് കാറ്റയോൺ ആണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെന്റ് m is 26. How many electrons are present in the m shell of the element in its m3+ state? ഒരു എലമെന്റിന്റെ എം എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ 26 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ പറഞ്ഞിട്ടുള്ളത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും അതിന്റെ എം ഷെല്ലിൽ ഇൻ m3+ സ്റ്റേറ്റ്. അപ്പൊ എമ്മിന്റെ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6. ഇത്രയും തന്നെ ആർഗൺ 18 ആയി. ദിസ് ഇസ് 4s2 20, 3d6. ഇങ്ങനെയല്ലേ? ആർഗൺ 4s2 3d6 അല്ലേ അതിന്റെ കോൺഫിഗറേഷൻ. ഇനി m3+ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. m3+ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം? 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അതില് ആർഗൺ 4s2 3d6 നിന്നും 4s2 2 3d നിന്നും ഒരെണ്ണവും പോയി കഴിഞ്ഞാൽ the remaining configuration is 1s2, 2s2, 2p6, 3s2, 3p6, 3d5 ആണല്ലോ കുട്ടികളെ. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇനി എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇതില് എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? n = 1 k ഷെൽ, this is l ഷെൽ, this is m ഷെൽ. സോ കൂട്ടുകുട്ടികളെ 6 2 8 8 5 13 എന്റെ ഓപ്ഷൻ ബി, റൈറ്റ്? Then we will move to the next question. Out of the following electronic configuration, the most stable arrangement എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഇതിൽ ഏതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുട്ടികളെ, ഈ തന്നിരിക്കുന്നതിൽ നോക്കൂ, എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഈ 1ഉം 2ഉം ആണ്. കാരണം നോക്കൂ, ഇവിടെ എക്സ്ചേഞ്ച് എനർജി കൂടുതലാണ്, ഹാഫ്ലി ഫിൽഡ് ആണ്. പക്ഷേ 4sന്റെ കേസിൽ ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്? പെയർ ചെയ്തിട്ടുണ്ട്. സോ പെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. സോ മൈ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഫസ്റ്റ് വൺ, റൈറ്റ്? Then if n = 6, the correct sequence for filling of electron will be n = 6 ആണെങ്കിൽ അവിടെ എന്താ വരിക കുട്ടികളെ? 6 വരുന്ന സമയത്ത് അവിടെ 4f വരാം. സോ 6s വരാം, then 4f വരാം, then 5d വരാം, then 6p വരാം. അഫ്ബോ പ്രിൻസിപ്പലിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ ഓപ്ഷൻ ഇസ് എ, റൈറ്റ്? Then ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ 2 പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിൽ ബോർ മോഡലും ലിമിറ്റേഷൻ വരെയും, രണ്ടാമത്തെ പാർട്ടിൽ മോഡേൺ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം നമ്പേഴ്സ്, ഓർബിറ്റൽസ്, എനർജി, ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളും നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.